നമ്മുടെ ജീവിതത്തിൽ നിത്യേന കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. നമ്മുടെ മക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരോ ആയവർ മറ്റൊരാളുമായി വഴക്കിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മനപ്രയാസത്തിലോ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അവർ പറയുന്നത് മാത്രം കേട്ട് അവർക്ക് വലിയ പിന്തുണ നൽകി മറുഭാഗത്തുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ പെട്ടെന്ന് തുടങ്ങും. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ അവർ വന്ന് ഭർത്താവിനെ പറ്റിയോ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ പരാതി പറയുമ്പോൾ എൻ്റെ മകൾ പറഞ്ഞതാണ് സത്യം എന്ന് അന്ധമായി വിശ്വസിക്കുന്ന രക്ഷിതാക്കളാണ് ഇന്ന് ഭൂരിഭാഗവും. സത്യത്തിൽ ഇവിടെയാണ് പല ബന്ധങ്ങളും തകരാൻ തുടങ്ങുന്നത്. സ്നേഹം എന്നത് മക്കളെ അന്ധമായി ന്യായീകരിക്കലല്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തീർച്ചയായും മക്കളുടെ കൂടെ നിൽക്കണം, അവരെ കേൾക്കണം. പക്ഷേ ഒരു നാണയത്തിന് രണ്ടു വശമുള്ളതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും രണ്ടു വശമുണ്ടാകും. നമ്മുടെ മക്കൾ വന്ന് ഒരു പരാതി പറയുമ്പോൾ അവൾക്ക് പറ്റിയ തെറ്റുകൾ എന്താണെന്ന് കൂടി ചോദിച്ചറിയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. മറുഭാഗത്തുള്ളവരോട് കൂടി സംസാരിക്കാനോ അവരെ കേൾക്കാനോ തയ്യാറാകാതെ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും ആ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകും. പലപ്പോഴും മക്കൾക്ക് നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ തങ്ങളുടെ ഭാഗം മാത്രം ശരിയാണെന്ന് തോന്നിപ്പിക്കാൻ സ്വാഭാവികമായും ഒരു പ്രവണത ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞ് നിഷ്പക്ഷമായി കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നവർ ഇന്ന് 10% പോലും ഇല്ല എന്നതാണ് സങ്കടകരമായ വസ്തുത. ബാക്കിയുള്ളവർ വൈകാരികമായി പ്രതികരിച്ച് പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് രണ്ടു കൂട്ടരെയും കേട്ടതിനു ശേഷം എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. മക്കൾക്കാണ് തെറ്റ് പറ്റിയതെങ്കിൽ അത് തിരുത്തി കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ അവളെ മാത്രം ന്യായീകരിച്ച് മറുഭാഗത്തുള്ളവരെ ശത്രുക്കളായി കാണുന്നത് അവളെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ. അതുകൊണ്ട് ബന്ധങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുമ്പോൾ നീതിപൂർവം പെരുമാറാൻ നമുക്ക് സാധിക്കണം. ഒരാൾ പറയുന്നത് മാത്രം കേട്ട് വിധി പറയുന്നതിന് മുൻപ് മറ്റൊരാൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ സമാധാനപരമായ ഒരു കുടുംബജീവിതവും നല്ലൊരു സമൂഹവും നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയൂ. സ്വന്തം മക്കളെ സ്നേഹിക്കുമ്പോൾ തന്നെ അവരെ സത്യസന്ധരായി വളർത്താൻ കൂടി നമ്മൾ ശ്രമിക്കണം.